ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബൈബിൾ കഥയാണ്. ചെറിയൊരു ബൈബിൾ കഥ, വളരെ പെട്ടെന്ന് തീരുന്ന ഒരു ബൈബിൾ കഥ. അപ്പോൾ നമുക്ക് കഥ കേട്ടിട്ട് മടങ്ങി വരാം. ക്രിസ്തുവിൻ്റെ കാലത്ത് ഫരിസേയർ എന്നൊരു വർഗം സാബത്ത് കർശനമായി പാലിച്ചിരുന്നു. സാബത്ത് ആചരണം മനുഷ്യർക്ക് ഒരു ശാപമാക്കി മാറ്റിയിരുന്നു അവർ. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും വയൽ വരമ്പത്തുകൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ വിശപ്പ് മൂലം ഗോതമ്പ് കതിരുകൾ പൊട്ടിക്കുകയും അത് ഉമികളഞ്ഞ് തിന്നുകയും ചെയ്തു. അമ്പട, സാബത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുകയോ? യഹൂദ പ്രമാണികൾ അവരെ വിമർശിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞത് എന്താണെന്നോ? സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. യഹൂദ പ്രമാണികൾ അത് കേട്ട് നിശബ്ദരായി. മറ്റൊരു സാബത്ത് നാളിൽ യേശു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈ ശോഷിച്ച ഒരാൾ രോഗശാന്തിക്കായി അദ്ദേഹത്തെ സമീപിച്ചു. സാബത്ത് നാളിൽ യേശു രോഗം ശമിപ്പിച്ചാൽ അതിന് അദ്ദേഹത്തിൽ കുറ്റം ചുമത്താൻ പണ്ഡിതന്മാരും ഫരിസേയരും തക്കം പാർത്തിരിപ്പുണ്ട്. അത് മനസ്സിലാക്കിയ യേശു അവരോട് ചോദിച്ചു, ഏതാണ് ശരി? സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ? ജീവൻ രക്ഷിക്കുന്നതോ ജീവൻ നശിപ്പിക്കുന്നതോ? ആരും ഉത്തരം പറഞ്ഞില്ല. യേശു രോഗിയോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടുക. അന്നുവരെ കൈ നീട്ടാനോ പൊക്കാനോ കഴിയാതിരുന്ന കൈ ശോഷിച്ച ആ മനുഷ്യൻ പ്രയാസം കൂടാതെ തൻ്റെ ശോഷിച്ച വലത് കൈ സ്വയം ഉയർത്തി നീട്ടിപ്പിടിച്ചു. അയാളുടെ വലത് കൈ ഇടത് കൈ പോലെ തന്നെ ശക്തിയുള്ളതായി തീർന്നു. സാബത്തിൽ ഇങ്ങനെ ചെയ്തതിന് യേശുവിനെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് ഫരിസേയർ രോഷാകുലരായി ചർച്ച നടത്തി. അപ്പോൾ ഇത്രയുമാണ് കഥ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വളരെ വളരെ ചെറിയൊരു കഥയാണ്, എന്നാൽ ഒത്തിരി അർത്ഥമൊക്കെ ഉള്ളതാണ്. എല്ലാ കാലത്തും പ്രസക്തമായ ഒരു കഥയാണ്. എല്ലാ മതങ്ങളിലും കാണും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അല്ലേ? അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ എല്ലാ മതങ്ങളിലും ഉള്ളതാണ്. പലപ്പോഴും മനുഷ്യരുടെ ഒരു രീതി കണ്ടാൽ തോന്നും, മനുഷ്യരെല്ലാം ഈ കർമ്മങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് തോന്നും. അതൊക്കെ വളരെ അനുസരണയോടെ അത് പറയുന്ന കണക്ക് നടത്താനും അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ, ഒരു നിഷ്ഠ. അതൊക്കെയാണ് ഈ കഥ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത്. അപ്പോൾ ഈ സാബത്ത് ആചരണം തന്നെ ഇതിനകത്ത് പറയുന്ന ഫരിസേയർ മനുഷ്യർക്കൊരു ശാപമാക്കി മാറ്റിയിരുന്നു. അതൊരു വലിയൊരു കർമ്മം പോലെ, ഒരു കർമ്മത്തിന് വേണ്ടി കർമ്മം പോലെ, അല്ലെങ്കിൽ മനുഷ്യർ ഈ കർമ്മത്തിന് വേണ്ടി ജനിച്ചവരാണെന്നതുപോലെ ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്താണത്? അത് ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല എന്നുള്ളത് വളരെ വളരെ സ്പഷ്ടമായിട്ട് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളും മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ ഒരിക്കലും മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പോൾ ഈ ഒരു വസ്തുത പലപ്പോഴും ഇന്നും കുറേയേറെ പേർ വിസ്മരിക്കാറുണ്ട്. നമ്മൾ ഈ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും വേണ്ടിയല്ല മനുഷ്യൻ നിർമ്മിക്കപ്പെടുന്നത്, അല്ലേ? മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യൻ്റെ ഒരു സ്വസ്ഥതയ്ക്കും നന്മയ്ക്കുമൊക്കെ വേണ്ടിയാണ് ഈ ആചാരങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ പലപ്പോഴും നമ്മളിതിൻ്റെ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത്. ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തത്വങ്ങൾക്കുമൊക്കെ വേണ്ടി മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട പോലെയൊക്കെ പലപ്പോഴും പലരുടെ പ്രവൃത്തികളും ചിലരുടെ ആഹ്വാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. അപ്പം അതിനെ ഒരു നല്ല നല്ല ചോദ്യങ്ങളിലൂടെയൊക്കെയാണ്, അല്ലേ, ഇതിനകത്ത് യേശു ക്രിസ്തു നേരിടുന്നത്. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അങ്ങനെയാണോ എന്നൊക്കെ. അത് ഇന്നും ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ലോകത്ത് മുന്നിൽ നിൽക്കേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യന് വേണ്ടി, അല്ലെ? മനുഷ്യൻ എന്ന് പറഞ്ഞ ആ മനുഷ്യത്വം ആണ് ഏറെ പ്രസക്തം.
അല്ലാതെ മതങ്ങളുടെ ഒരു മത്സരമല്ല ലോകത്തിനാവശ്യം. മതങ്ങൾ മനുഷ്യന് നന്മയാണ് നൽകേണ്ടത്, അല്ലേ? മതങ്ങൾ കൊണ്ട് നന്മയാണ് ഉദ്ദേശിക്കുന്നത്, സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതൊരു മത്സരവുമല്ല, അതൊരു ആചാരങ്ങളുടെ പ്രകടനവുമല്ല. ആചാരങ്ങൾ പലപ്പോഴും കാപട്യങ്ങളായി മാറാറുണ്ട്. അപ്പോൾ അതൊന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അതൊക്കെ നിലകൊള്ളുന്നത്. അത് ആ മൂല്യങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ്റെ പരസ്പരമുള്ള സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ കഥയെക്കുറിച്ച് ചിന്തിക്കാം. മനുഷ്യൻ്റെ ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് വിശപ്പാണ്, അല്ലേ? അതിനകത്ത് അതുകൊണ്ടാണ് പറയുന്നത്, യേശുവും ശിഷ്യന്മാരും വയൽ വരമ്പത്തുകൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ വിശപ്പ് മൂലം ഗോതമ്പ് കതിരുകൾ പൊട്ടിക്കുകയും അത് ഉമ്മികളഞ്ഞ് തിന്നുകയും ചെയ്യുന്നുണ്ട്. വിശപ്പ് സത്യമാണ്, അല്ലേ? എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് വിശപ്പ്. അപ്പോൾ അത് ത്യജിച്ച് കൊണ്ട് ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊക്കെ ഈ കഥ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. വിശപ്പ് അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ദേഹം ക്ഷീണിക്കുമ്പോൾ, അല്ലേ, വിശപ്പുണ്ടാകും. നമ്മുടെ ഊർജം ആഹാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ ഊർജം ശരീരത്ത് ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും വയറ് വിശക്കും. അതൊരു പ്രകൃതി നിയമമാണ്, അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്തുകൊണ്ട് ഈ ആചാരങ്ങളുടെ പേരിൽ ആ വിശപ്പിനെ അടിച്ചമർത്തണം, അല്ലെങ്കിൽ കഴിക്കാതിരിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രകൃതിക്ക് അതിൻ്റെതായ നിയമങ്ങളുണ്ട് എല്ലാ കാര്യത്തിലും. ഞാൻ വിശപ്പ് ഒരു കാര്യമായിട്ട് പറഞ്ഞു. അപ്പം ഒരു മനുഷ്യനായാലും ജീവികളായാലും അവന് അടിസ്ഥാനപരമായിട്ട് അവൻ്റെ ചില കർമ്മങ്ങളുണ്ട്. അതെല്ലാം അവന് ഒരിക്കലും തടയിടാൻ സാധിക്കില്ല. അത് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കാനും പറ്റില്ല. ഒരാചാരങ്ങളുടെ പേരിലും അത് മാറ്റിവെക്കാനും സാധിക്കുകയില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം സമൂഹത്തിലുള്ള ചില നിഷ്ഠകളും ആചാരങ്ങൾക്കെതിരെ ഒരു വ്യക്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതാണ് ഇവിടെ യേശുവും അഭിമുഖീകരിക്കുന്നത്. ആ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇദ്ദേഹം വ്യത്യസ്തമായി ചിന്തിക്കുന്നു, ഇദ്ദേഹം വ്യത്യസ്തമായി നടക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്ത, ഒരു ബോധം അവരിലുണ്ടാകും. ദൈക്ഷണികമായ ഒരു സ്വാതന്ത്ര്യം ആയിട്ടത് കണക്കാക്കും. ഒരുവൻ്റെ ദിഷണാശക്തി പ്രവർത്തിക്കുമ്പോൾ, വളരെ കത്തിജ്വലിക്കുമ്പോൾ, അതിൽ നിന്ന് അയാൾ അനേകം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, സംഘടിതമായ സമൂഹം അതിനെ അത്രയ്ക്ക് മുഖവിലേക്ക് എടുത്തെന്ന് വരില്ല, അല്ലെങ്കിൽ അതൊരു നല്ല പ്രവൃത്തിയായിട്ട് കണക്കാക്കിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ യേശുവും ഇവിടെ അക്കാലത്തെ പണ്ഡിതന്മാരും ഫരിസേയരും അല്ലെങ്കിൽ പുരോഹിതരും ഒക്കെ തക്കം പാർത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറ്റം കണ്ടെത്താൻ. അദ്ദേഹം ഒരു ശത്രുവായി മാറി അവരുടെയൊക്കെ. സാധാരണ ഒരു പൗരനിൽ കാണാത്ത വ്യത്യസ്തമായ എന്തൊക്കെയോ അദ്ദേഹത്തിലുണ്ടായിരുന്നു, അല്ലേ? അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിൽ അവർക്ക് ഉത്തരം മുട്ടുന്നു. എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്ലാതെ അവർ വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ അവരെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നുണ്ടായിരുന്നു. പലതിനും ഉത്തരമില്ല. അപ്പോൾ സ്വാഭാവികമായും അവരദ്ദേഹത്തെ ഒരു ശത്രുവായി കാണാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഒരു സംഘടിത പ്രസ്ഥാനത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ്. അവർ സംഘടിതരും യേശു ഒറ്റയ്ക്കുമായി പോകുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ, അല്ലേ, അതെല്ലാ കാലത്തും സമൂഹത്തിൽ ഉള്ളതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഈ കഥയെ വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇത്തരം വ്യത്യസ്തത യേശു വെച്ച് പുലർത്തിയിരുന്നു, ചിന്തയിലും ജീവിതത്തിലും എല്ലാം. അതിനൊരു മറ്റൊരു ഉദാഹരണമാണ്, ഒരിക്കൽ യേശു തടാകത്തിൻ്റെ തീരത്ത് നടക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ പിന്തുടർന്നു. അവർ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ചുങ്കക്കാരൻ മത്തായിയുടെ അടുത്തെത്തി. ചുങ്കക്കാരെ അക്കാലത്ത് ആരും ബഹുമാനിച്ചിരുന്നില്ല. അനുവദിക്കപ്പെട്ട നിരക്കിൽ കൂടുതൽ പണം ചുങ്കമായി പിരിച്ച് അവർ ജനങ്ങളെ ക്ലേശിപ്പിക്കുക പതിവായിരുന്നു. യേശു മത്തായിയുടെ സമീപം എത്തിയപ്പോൾ അവിടുന്ന് അയാളോട്, എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞു. മുമ്പ് 4 മുക്കുവർ വള്ളവും വലയും വിട്ട് യേശുവിനെ പിന്തുടരുകയുണ്ടായല്ലോ. അതുപോലെ മത്തായിയും തൻ്റെ പണപ്പിരിവ് ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. അനന്തരം മത്തായി തൻ്റെ വീട്ടിലൊരു വിരുന്ന് നടത്തി. യേശു അതിൽ പങ്കെടുത്തു. ഫരിസേയരും യഹൂദാചാര്യന്മാരും യേശു ആ സദ്യയിൽ പങ്കെടുത്തതിനെ വിമർശിച്ചു. നിങ്ങളുടെ ഗുരു എങ്ങനെ ഇത്തരം ആളുകളോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്നു? അവർ പുച്ഛത്തിൽ ശിഷ്യന്മാരോട് ചോദിച്ചു. ആ ചോദ്യം യേശു കേട്ടു. സൗഖ്യമുള്ളവർക്കല്ല വൈദ്യനെ ആവശ്യം, യേശു പറഞ്ഞു. വൈദ്യൻ രോഗികളെ ചികിത്സിക്കുന്നു. അതുപോലെ ഞാനിവിടെ ജന്മം എടുത്തിട്ടുള്ളത് നല്ലവരെ രക്ഷിക്കാനല്ല, തെറ്റിലകപ്പെട്ടവരെ രക്ഷിക്കാനാണ്. പശ്ചാത്തപിക്കാനും
ഉത്തമ ജീവിതം നയിക്കാനും അവരെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതും യേശുവിൻ്റെ ഒരു വ്യത്യസ്തമായ നിലപാടാണ്. ആ കാലത്ത് ചിലരെയൊക്കെ പാപികളായിട്ടൊക്കെ കരുതി മുദ്രകുത്തി മാറ്റി നിർത്തിയിരുന്നു. ഈ മാറ്റി നിർത്തൽ സമൂഹത്തിൻ്റെ ഒരു ശിക്ഷാ രീതിയാണല്ലോ. വ്യത്യസ്തത പുലർത്തുന്നവരെയൊക്കെ മാറ്റി നിർത്തുക, ഇതൊക്കെ ഒരു രീതിയാണ്. അപ്പോൾ അത്തരം രീതികളോട് യേശു യോജിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു, അല്ലേ? അപ്പോൾ യേശുവിൻ്റെ നമ്മൾ പല കഥകളും ശ്രദ്ധിച്ചാൽ ഈ വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടും. ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അതാണ് യേശുവിനെ യേശുവാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.